Hi friends, welcome back to Flavors Cooking. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിന് ചിക്കൻ റോസ്റ്റ് ആണ്. നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് 1 kg ചിക്കനാണ്. അപ്പോൾ അതിന് പാകമായ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ ആയാലും നോ പ്രോബ്ലം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. അതിൻ്റെ എരിവും അതിൻ്റെ ഫ്ലേവറും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ഇടുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം. ഓക്കെ, പച്ചമുളക് ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ചൂടാവുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒനിയൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് വലിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ 4 എണ്ണം ഇടണം. ഒരുപാട് ചെറിയ ഉള്ളിയാണെങ്കിൽ 4 ഉള്ളി ഇടണം. ബിക്കോസ് നമ്മൾ 1 കിലോ ചിക്കൻ ഉണ്ടല്ലോ. എപ്പോഴും റോസ്റ്റ് പോലത്തെ വിഭവങ്ങളിൽ നമ്മൾ ഉള്ളി കുറച്ച് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ മാറി ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ട്രാൻസ്പെറൻ്റ്, ജസ്റ്റ് അതിൻ്റെ നമ്മൾ പച്ച ഉള്ളിയുടെ കളറൊന്ന് മാറി ഒരു പിങ്കിഷ് ഷെയ്ഡാവും. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് പോലെ ആവുമ്പോൾ നമ്മുടെ പാകം കറക്റ്റാവും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം. പേസ്റ്റ് തന്നെ ഇടണം എന്നില്ല, നിങ്ങൾക്ക് ചതച്ചതായാലും മതി. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ അത് ചതയ്ക്കുമ്പോഴും ഏകദേശം ആ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കിയത്. അപ്പോൾ പീസസിൻ്റെ അളവ് നിങ്ങൾക്ക് എങ്ങനത്തെ പീസസ് ആണോ ഇഷ്ടം അതുപോലുള്ളൊരു പീസസ് ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് പീസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മസാലാസൊക്കെ ഇടുന്നതിന് മുമ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഈ എണ്ണയിൽ കുറച്ച് ചിക്കൻ നന്നായിട്ട് സോട്ടാവാനും പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ മണമെല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ചിക്കൻ റോസ്റ്റായി വരുമ്പം യെല്ലോ കളറാവും, അതൊരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് കുറച്ചൊരു നിയർ ടു റെഡിഷ് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയ ശേഷം, അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ചിക്കൻ വൈറ്റ് ആയിരിക്കും, അത് പിന്നെ ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ഇട്ട ശേഷമാണ് നമ്മുടെ നോർമൽ റെഡ് ചില്ലി പൗഡർ ഇടാൻ പോകുന്നത്. കാശ്മീരി യൂസ് ചെയ്യണതിൻ്റെ റീസൺ ഒന്നുമില്ല, ആക്ച്വലി ഇതിന് എരിവ് കുറവാണ്. പക്ഷെ നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഒരുപാട് എരിവ് കൂട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് മുളക് പൊടി പോലെ തോന്നേണ്ട ആവശ്യമില്ല, ബിക്കോസ് അതിൻ്റെ എരിവ് കുറവായിരിക്കും. അപ്പം നമ്മുടെ ആക്ച്വൽ റെഡ് ചില്ലി ശരിക്കത്തെ നമ്മുടെ മുളക് പൊടി ഇടുമ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം ഇട്ട ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഇടുന്നത് ഗരം മസാലയാണ്. മൊത്തത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് വേണ്ടത്. അതിൽ നമ്മൾ 3/4 ടീസ്പൂണോളം നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ നമുക്ക് അറ്റ് ദ എൻഡ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇത് നമുക്ക് കറിയല്ലല്ലോ, റോസ്റ്റ് അല്ലേ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, പ്രത്യേകിച്ച് സൂക്ഷിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്, ചുടുവെള്ളം മാത്രം ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, കാരണം ചിക്കനിന്നും ഇനി വേവുമ്പോൾ വെള്ളം വരും. ഓക്കെ, ഇനി ചിക്കനിലേക്ക് പാകമായ ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, ഇപ്പോഴാണ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത്. പക്ഷേ ആദ്യം തന്നെ തക്കാളി ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വലിയ തക്കാളി ഇല്ലെങ്കിൽ 2 തക്കാളി യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ,
ഒരു അരമണിക്കൂർ നല്ല ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതിയാവും. പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇളക്കാതെ ഇരിക്കരുത്, കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, നിങ്ങൾക്കത് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, അത് ഈ സ്റ്റേജിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തതിന് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണി മസാലയുടെ. ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ നോർമൽ ഗരം മസാല ഇട്ടാലും മതി. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി ഈ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടില്ലേ, വെരി സിമ്പിളാണ്. ജസ്റ്റ് ഒരു 1 പോട്ട് ഡിഷാണ്. ഫസ്റ്റത്തെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കനോടൊപ്പം കഴിക്കാനുള്ള ചപ്പാത്തിയോ പൊറോട്ടയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഹാഫ് ആൻ അവറിൽ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Super Mama.